നമസ്കാരം. വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വടകര മണ്ഡലത്തിൽ എത്തിയ സ്ഥാനാർത്ഥിയായിരുന്നു ഷാഫി പറമ്പിൽ. അതുപോലെ തന്നെ പെട്ടെന്ന് നിശ്ചയിച്ച പരിപാടിയായിരുന്നു ഇന്നലെ വടകരയിൽ വെച്ച് നടന്ന കോൺഗ്രസിന്റെ കൺവെൻഷനും. അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറിയ പരിപാടിയിൽ ഷാഫിയുടെ പ്രസംഗം കോൺഗ്രസ് പ്രവർത്തകരെ ഇളക്കി മറിക്കുകയുണ്ടായി. എന്നാൽ പ്രസംഗത്തിനിടെ ഷാഫി പറമ്പിൽ തമാശ രൂപേണ പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ശ്രദ്ധ നേടുകയാണ്. തന്റെ ഭാര്യ വീട് വടകരയിലെ അഴിയൂരിലാണെന്നും അതുകൊണ്ട് തന്നെ താൻ വടകരയുടെ പുയ്യാപ്പിളയാണെന്നും വടകരയുമായുള്ള കരുത്തുറ്റ ബന്ധം അതാണെന്നും ഷാഫി പറഞ്ഞത് വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണ് കാണാൻ വന്നപ്പോൾ മാഹിയിലായിരുന്നു പെണ്ണ്. അവർ അവിടെ ടാഗോർ പാർക്കിന്റെ അടുത്താണ് താമസിക്കുന്നത്. ഞാൻ ആ വീട്ടിലെത്തിയപ്പോൾ അവൾ വാതിൽ തുറന്ന് പുറത്തു വന്നിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആദ്യം ചോദിച്ച ചോദ്യം നിങ്ങൾ എത്ര ദിവസം ഇവിടെ നിൽക്കുമെന്നാണ്. എത്ര ദിവസം അവിടെ നിൽക്കുമെന്നായിരുന്നു. ഷാഫി പറഞ്ഞതും വേദിയിൽ ചിരി പടർന്നു. അപ്പോൾ ഞാൻ അന്തം വിടുകയാണ് ചെയ്തത്. എന്റെ വീട്ടിൽ തന്നെ എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല, പിന്നെയാണ് അവിടെ വന്ന് നിൽക്കുന്ന കാര്യം. എനിക്കാണെങ്കിൽ ആളെ ഇഷ്ടാവുകയും ചെയ്തു. ഇവിടെ നിൽക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് അത് കളയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു നമുക്കതൊക്കെ ആലോചിച്ച് ചെയ്യാമെന്ന്, അതിലൊരു തീരുമാനം ഉണ്ടാക്കാം. ഷാഫി പറഞ്ഞത് ഇതാണ്. ഇപ്പോ അവരുടെ ഫാമിലി ഗ്രൂപ്പിൽ വരുവാണ്. എന്തായി പുയ്യാപ്പിളക്ക് ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വന്നില്ലേന്ന്. അഴിയൂരിലുള്ള ഭാര്യയുടെ ഉപ്പ ഒളവിലത്തുള്ള ഉമ്മയെ കല്യാണം കഴിച്ചു. അവരുടെ മോളെ ഞാനും കല്യാണം കഴിച്ചു. ഇപ്പോൾ ഇതാ ആ വടകരയിൽ ഞാൻ മത്സരിക്കുകയും ചെയ്യുന്നു. ഷാഫി പറമ്പിന്റെ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രസംഗം തുടർന്നു. സാധാരണ ഒപ്പം പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ എങ്ങനെയുണ്ടെന്ന് വീട്ടുകാർ വിളിച്ചു ചോദിക്കില്ലേ? അങ്ങനെ ഇന്ന് വിളിച്ച് ഞാൻ പറഞ്ഞാൽ ഞാൻ പറയും ഒരു 1.5 മുതലുകളാണ് എന്റെ ഒപ്പമുള്ളതെന്ന്. നിങ്ങൾ തന്നത് ഒരു സ്വീകരണമല്ല, നിങ്ങൾ തന്നത് ഒരു 1.5 സ്വീകരണമാണ്. എന്തൊരു ജനമായിരുന്നു! ഷാഫി പറമ്പിൽ പ്രവർത്തകരുടെ ഉത്സാഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണിത്. നന്ദി.